ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പറയുന്നത് ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ കുംഭക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭക്കൂറ് എന്ന് വെച്ച് പറഞ്ഞാൽ അവിട്ടത്തിന്റെ അവസാനത്തെ പാതിഭാഗവും ചതയവും പൂർണ്ണമായും പൂർവ്വട്ടാതിയുടെ അവസാനത്തെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന കുംഭ രാശിയിൽ ആണ് പറയുന്നത്. കുംഭൻ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, 2-ൽ രാഹു, 4-ൽ വ്യാഴൻ, 5-ൽ ചൊവ്വ, അഷ്ടമത്തിൽ അതായത് 8-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ, 9-ാം ഭാവത്തിൽ ശുക്രൻ. ഇതാണ് ഗ്രഹസ്ഥിതി. ഇപ്പോൾ ഇവർക്ക് ജന്മശനി, കണ്ടകശനി, 7-ര ശനി എന്നിവ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുള്ളത് ഏകദേശം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അറിവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതേമാതിരി യൂട്യൂബ് ചാനൽ കാണുന്നവർക്കും അറിയാം. പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പല വിധത്തിലുള്ള കമൻറ്റുകളും പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവും. എങ്കിലും ഞാൻ സ്വതവേയായിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ കുംഭൻ രാശിക്കാർക്ക് പൊതുവെ സമയദോഷം ഉണ്ട് എന്നുള്ളത് ജന്മശനിയെത്തി വെച്ച് പറഞ്ഞാൽ നമ്മുടെ രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി എന്നാണ് ശരിക്കുള്ള അർത്ഥം വരുന്നത്. അതുകൂടാതെ തന്നെ 7-ര ശനി ഏകദേശം ഇപ്പോൾ 5 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു. മൊത്തം 7.5 കൊല്ലമാണ്. അതിൽ 5 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യഘട്ടമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കണ്ടകശനി പറയുമ്പോൾ കണ്ടകം എന്ന് വെച്ച് പറഞ്ഞാൽ 1, 4, 7, 10 ഇതാണ് കണ്ടകം. 1 വെച്ച് പറഞ്ഞാൽ ജന്മരാശി തൊട്ട് 1-ാം ഭാവം, പിന്നെ 4 കണ്ടകം, 7 കണ്ടകം, 10 കണ്ടകം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കണ്ടക ശനിയും കണ്ടക വ്യാഴനുമാണ്. കണ്ടക വ്യാഴൻ 4-ലാണ്, അത് കണ്ടക വ്യാഴനാണ്. അപ്പോൾ 4-ൽ വ്യാഴം അത്ര നല്ലതല്ല എന്നുള്ള പറയുന്നത്. അതുപോലെ 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്, 5-ാം ഭാവത്തിൽ ചൊവ്വയും, 8-ാം ഭാവത്തിൽ ചാരവസായിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിൽ നോക്കുമ്പോൾ സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത് വളരെ ദോഷകരമാണ്. കേതു അഷ്ടമത്തിൽ നിൽക്കുന്നത് അത് ദോഷകരമാണ്. 8-ൽ ബുധൻ നിൽക്കുന്നുണ്ട്, അതായത് ഉച്ചക്ഷേത്രമായിട്ടുള്ള ബുധൻ 8-ൽ നിൽക്കുന്നത് നല്ലതാണ്. 9-ൽ ശുക്രൻ നിൽക്കുന്നതും വളരെ ഗുണകരമാണ്. അപ്പോൾ കൂട്ടി വായിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ സൂര്യചാരവസാൽ എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ചാരവസാലുള്ള ഗതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഈ മാസം ഒക്ടോബർ മാസത്തിലത്തെ സൂര്യചാരവസാൽ എന്ന് പറയുമ്പോൾ ആ രാശിപ്രകാരം അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ ഒരു ദോഷം വളരെ ദോഷം തന്നെയാണ്. കാരണം ഈ ജന്മശനി, കണ്ടകശനിയും 7-ര ശനിയും അതുപോലെ കണ്ടക വ്യാഴവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാരവസാൽ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ദോഷകരമായി വരുന്നുണ്ട് എന്നുള്ള പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നുള്ള പറയുന്നത്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് വെച്ച് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം വളരെ ശ്രദ്ധിക്കണം. കാരണം ചില വ്യക്തികളെല്ലാം ആരോഗ്യത്തിൻ്റെ ക്ഷയം, അതായത് ശരീരഭാരം കുറഞ്ഞിട്ടുണ്ടാവും. മെലിഞ്ഞവരാണെങ്കിൽ, കുറച്ച് വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ആരോഗ്യം ലേശം വെയിറ്റ് ഒരു 5 കിലോനെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സാധാരണക്കാരിലും. അതുപോലെ തന്നെ ദേഹാരിഷ്ടത കൂടുതലായിട്ടുണ്ടാകും, ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ. അതുപോലെ തന്നെ അവനവന് വേണ്ടപ്പെട്ടവർക്കോ ആപത്തുകളോ മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളെ പറ്റിയിട്ടുള്ള കുറേ വിഷമതകൾ അനുഭവിക്കാനുള്ള യോഗങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഇത് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം മേലെ വന്ന് വീഴുവാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സംബന്ധം വെച്ചാൽ കോടതി വ്യവഹാരങ്ങൾ, പോലീസ് കേസ് വഴക്കുകൾ നടന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മാനഹാനി വരിക, അതായത് മാനനഷ്ട കേസ് എന്നൊക്കെ വരിക. അതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള ചില ഇടപാടുകളിൽ മൂലം നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുക, ജനമധ്യത്തിൽ നമ്മൾ വെറുക്കപ്പെടുക, ഒറ്റപ്പെടുക, മറ്റുള്ളവർ പുച്ഛത്തോട് നോക്കുക, നമ്മൾക്ക് തന്നെ വിലയില്ലാതെ ആകുന്ന ഒരു ലെവലിലുള്ള സ്ഥിതിവിശേഷങ്ങൾ വരിക, മനസ്സിൽ ഭയാനകരമായിട്ടുള്ള രൂപം പ്രത്യക്ഷപ്പെടുക.
മരണതുല്യപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ ആത്മഹത്യാ ശ്രമം വരെ മനസ്സിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്നതെല്ലാം 30 വയസ്സിന് ശേഷമുള്ളവർക്കാണ് കൂടുതലും ബാധിക്കുക. കാരണം ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാശിചക്രം 12 രാശി സഞ്ചരിച്ചുകൊണ്ട് വരുവാൻ 30 വർഷം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ചിലവർക്ക് ഏഴശനിയോട് ജനിക്കുന്നവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 30 വർഷം തികഞ്ഞവർക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ്. അതേസമയത്ത് ജനിക്കുന്ന സമയത്തിൻ്റെ മുൻപേ അത് കഴിഞ്ഞിട്ടാണ് കണ്ടകശനി, അല്ലെങ്കിൽ അതിന് മുൻപേ ആണെങ്കിൽ 30 വയസ്സ് എത്തുന്നതിൻ്റെ ഉള്ളിൽ 25 വയസ്സ് 28 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലുള്ളവർ 18 വയസ്സുകളുണ്ട്. അത്രയ്ക്ക് ബാധകമായിരിക്കില്ല. അത്രയ്ക്ക് ബാധകമായിട്ടില്ല. എന്നാൽ യുഗത്തിൽ ചെറുതായിട്ടുണ്ടാവും എന്ന് പറയുന്നത്. പ്രത്യേകം സൂക്ഷിക്കേണ്ടത് തന്നെ പോലീസ് വഴക്ക് കേസുകളിൽ ബന്ധപ്പെടാതിരിക്കുക, ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക, ധനം കൊടുക്കാതിരിക്കുക, കടം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കൊടുക്കരുത്. അതുപോലെ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിവാസം അവനവൻ അല്ലെങ്കിൽ അവനവനക്ക് വേണ്ടപ്പെട്ട മാതാവ് അല്ലെങ്കിൽ ഭാര്യ, സന്താനങ്ങൾ, പിതാവ് എന്നിവർക്ക് വേണ്ടി ആശുപത്രിവാസം അനുഭവിക്കേണ്ടി വരിക. അതായത് ആശുപത്രി ചെലവുകളും രോഗാധിക്യം മൂലം കയറി ഇറങ്ങേണ്ടി വരിക, കോടതികൾ കയറി ഇറങ്ങേണ്ടി വരിക, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരിക, കോടതി അതുപോലെ വ്യവഹാരങ്ങൾ എന്തെങ്കിലും കേസ് വഴക്കുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമല്ലാതെ വിപരീതപരമായിട്ടുള്ള ഫലങ്ങൾ വരിക. ഇതൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാനുള്ള യോഗം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ ചിലപ്പോൾ രൂക്ഷമായെന്ന് വരും. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകുടുംബങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പരിഹാരങ്ങൾ നിശ്ചയമായും ചെയ്യണം. ഈ സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ സന്ധി സംഭാഷണം അല്ലെങ്കിൽ രഹസ്യ സംഭാഷണം അല്ലെങ്കിൽ ഫോൺ സന്ദേശം എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം വളരെ സൂക്ഷിക്കണം. കാരണം ചിലപ്പോൾ ചീറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉറപ്പിച്ച വിവാഹങ്ങളെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ചില അബദ്ധവശാൽ വരുന്ന വാക്കുകൾ മൂലം. അതെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ എല്ലാം തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഈ സമയത്ത് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കാത്ത അസുഖങ്ങൾ മൂലം ഓപ്പറേഷൻ വേണ്ടി വരാം എന്നൊക്കെയാണ് പറയുന്നത്. പേടിപ്പിക്കുകയല്ല, ഉള്ള കാര്യം തുറന്നു പറയണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നമ്മൾക്ക് അനുകൂലപരമായിട്ടുള്ള ചിന്തയായിരിക്കില്ല. അത് കാരണം തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ചിന്ത ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ വിശ്വസിക്കാൻ പറ്റുന്നവരോട് പങ്കുവെച്ച് അത് മുന്നോട്ട് പോകാൻ നല്ലത്. ധനകാര്യത്തിലായാലും കുടുംബത്തിലായാലും ബിസിനസ്സിനായാലും തൊഴിലിനായാലും എല്ലാം എന്നുള്ളത്. ഉള്ള തൊഴിൽ കളഞ്ഞു ഒടിച്ച് ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഉള്ള വരുമാനത്തിൽ ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം വന്നിട്ട് പരിഹാരം വളരെ നിർബന്ധമാണ് എന്നുള്ള പറയുന്നത്. എന്തായാലും ഏഴശനി നടന്നുകൊണ്ടിരിക്കുക, ജന്മശനി, കണ്ടകശനി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാസ്താവിന് നീരാഞ്ജൻ നെയ്വിളക്ക് എല്ലാ ആഴ്ചയിലും നിർബന്ധമാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യനാണ് പറയുന്നത്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ഏറ്റവും മിക്കവാറും. അപ്പോൾ സൂര്യൻ അതായത് ശിവന് സൂര്യാംശത്തിൽപ്പെട്ടിരുന്നു, ശിവാംശത്തിൽപ്പെട്ടിരുന്നു. ശിവക്ഷേത്രത്തിൽ ശിവന് ഇളനീർ ധാര, കൂവളമാല, എണ്ണവിളക്ക്, നെയ്വിളക്ക്, അതുപോലെ തന്നെ ഈ മാസത്തിൽ ഒരു പ്രാവശ്യം മൃത്യുഞ്ജയ ഹോമം നടത്തുക. ആ മൃത്യുഞ്ജയ ഹോമം നടത്തിയ പ്രസാദം ഒരു 5 ദിവസം കാലത്ത് കുളി കഴിഞ്ഞ് വെറും വയറ്റിൽ വേണം ഭക്ഷണത്തിന് മുൻപ്, ചായ പോലും കുടിക്കാത്തതിന് മുമ്പ് കുളി കഴിഞ്ഞ ശേഷം കഴിക്കുക. കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. അതൊരു ഭയഭക്തിയോടുകൂടി 5 ദിവസം കഴിക്കുക. ഈ മാസത്തിൽ തീർച്ചയായും നിങ്ങൾക്കത് അത്യാവശ്യമാണെന്ന് പറയാം. അതുകൂടെ എല്ലാ ആഴ്ചയിലും ഈ പറഞ്ഞിരിക്കുന്ന ഇളനീർധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം
ഇതും ചെയ്യുന്ന പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അഷ്ടമത്തിൽ ബുധൻ, സൂര്യൻ അഷ്ടമം നിൽക്കുന്ന അഷ്ടമത്തിൽ ബുധൻ ഉച്ചസ്ഥനായിട്ട് ഉപകാരപ്രദനായി നിൽക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ, രാശിയുടെ 9ാം ഭാവത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നുണ്ട് സ്വക്ഷേത്രത്തിൽ. അതും വളരെ ഗുണകരമായിട്ടുള്ള കാര്യം. ഈ 2 ഗ്രഹങ്ങളും കൂടി ഇല്ലെങ്കിൽ ഉള്ള സ്ഥിതി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ 2 ഗ്രഹങ്ങൾ നല്ല ഉച്ചസ്ഥന ബലവാനായി നിൽക്കുന്നത്, അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പരിഹാരം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ ദുരിതത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും കരകയറാൻ പറ്റും എന്നാണ് പറയുന്നത്. വരേണ്ടത് വഴിയിൽ തങ്ങില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. തങ്ങില്ല, ഉറപ്പാണത്. വരേണ്ടത് വന്ന് തന്നെ ചെയ്തോളൂ. പക്ഷെ അതിൻ്റെ കാഠിന്യം വളരെ കുറഞ്ഞിരിക്കും. ഒരു ആശുപത്രി വാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചികിത്സയിൽ കഴിയുമ്പോൾ 50,000 1 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമോ ചിലവ് വരേണ്ടത് അത് നേരെ ഒരു കാൽഭാഗമായിട്ട് വരും. ഒരു രോഗം വരേണ്ട രോഗമാണെങ്കിൽ ആ ചെറിയ രോഗമായി മാറും. ഒരാപത്ത് വരികയാണെങ്കിൽ അത് ചെറിയ ആപത്തായി മാറും. ഇതൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ. അപ്പോൾ വരേണ്ടത് വരും, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയും. ഒരു ഓപ്പറേഷനാണ് വേണ്ടത് എന്ന് വെച്ച് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തേ മതിയുള്ളൂ. പക്ഷേ ചെറിയൊരു ഓപ്പറേഷനിലൂടെ അത് പരിഹരിക്കാൻ പറ്റും. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുന്നത് തീർച്ചയായും. ശനിയാഴ്ച തോറും ശാസ്താവിന് എള്ളുതിരി നെയ്വിളക്ക്, നീരാഞ്ജൻ നെയ്വിളക്ക്, ശിവക്ഷേത്രത്തിൽ കൂവളമാല, ഇളനീർധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. ആദ്യം ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ, ഒക്ടോബർ മാസത്തെ തുടക്കത്തിൽ മൃത്യുഞ്ജയ ഹോമം തന്നെ നടത്തുക. അതിൻ്റെ പ്രസാദമാണ് ഞാൻ 5 ദിവസവും കഴിക്കാൻ പറഞ്ഞത്. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഭാഗ്യസ്വത്വവും ഇളനീർധാരയും ഇത് കഴിച്ചു വരിക എന്നുള്ളതാണ് പറയുന്നത്. ഇത് ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം സുഖകരമായിട്ട് നല്ല കുറച്ച് വിഷമകഥകൾ ഉണ്ടെങ്കിലും ആ വിഷമത അതികഠിനമായിട്ട് വരാതെ വയറുവേദന വരാം. പക്ഷേ സഹിക്കാൻ പറ്റാവുന്ന വയറുവേദനയായിരിക്കണം വരുന്നത്. സഹിക്കാൻ പറ്റാത്ത വയറുവേദന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ കുംഭൻ രാശിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഈ രാശിക്കാരുകൾ, ഈ കുംഭൻ രാശിയിൽപ്പെട്ടിരിക്കുന്നവർ വന്നിട്ട് അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ സ്വയം അനുഭവിക്കുന്ന വേദനയായിട്ട് കണക്കാക്കി കൊണ്ടാണ് പറയുന്നത്. എൻ്റെ നക്ഷത്രം കുംഭൻ രാശിയിൽപ്പെട്ടതല്ല എന്നാൽ എന്നിരുന്നാലും പറയുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഈ ഓരോ ജ്യോതിഷം പഠിച്ച ആളുകൾക്ക് അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ദൈവാനുഗ്രഹത്തോടും ദൈവവിശ്വാസത്തോടും കൂടി പറയുന്ന ഒരു വാക്കാണ്. അത് കാരണം തീർച്ചയായും നിങ്ങൾ ഈ പരിഹാരം നടത്തണം ഈ മാസം മുഴുവനും. അപ്പോൾ കുറേ പേരെ ആശ്വാസം കിട്ടും എന്ന് തന്നെ പറയാം. ഏകദേശം ജന്മശനി കണ്ടകശനിയിൽ നിന്നും വിട്ടുമാറേണ്ട ഒരു സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി മാസങ്ങൾ കുറേയുണ്ട്. യൂട്യൂബുകളിൽ ഇപ്പം തന്നെ ശനിയുടെ രാശിമാറ്റം ഇപ്പോൾ തന്നെ 6 മാസം, ഇനിയും 6-7 മാസമൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ശനിയുടെ രാശിമാറ്റം വരുന്നു എന്ന് പറഞ്ഞിട്ട് അത്ഭുതങ്ങളെല്ലാം വരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞു വേണം നമ്മൾക്ക് ഈ ഫലപ്രാപ്തിയെല്ലാം അനുഭവത്തിൽ വരാൻ. നമസ്കാരം.